ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ മുടി നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുന്ന സമയത്ത് പിളർന്നു പോവാറുണ്ട് അല്ലേ? നിങ്ങൾ കാണല്ലേ അറ്റം ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ പിളർന്ന് പിളർന്ന് പോകുന്നത്. അപ്പോൾ മോളുടെ മുടിയും ഇങ്ങനെ ചെറുതായിട്ട് പിളർന്ന് വരുന്നത് പോലെ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ നമ്മൾ പാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ചിക്കൊക്കെ പോക്കി നന്നായിട്ട് ചീകി വൃത്തിയാക്കി വെക്കണം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് പാക്കുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നോ ഇല്ലെങ്കിൽ ഇനി എങ്ങനത്തെ പാക്കുകളാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു കമൻറ്റ് നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ മുടി രണ്ടായിട്ട് പിന്നിടുക അല്ല, രണ്ടായിട്ട് പിന്നിടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പഴുതെടുത്ത് ഇങ്ങനെ മുടി രണ്ട് സൈഡിലേക്ക് വെക്കുമല്ലോ. അങ്ങനെ അതുപോലെ ചെയ്തിട്ട് ഒരു സൈഡിലെ മുടി നമ്മളിങ്ങനെ ഇങ്ങനെ ചുറ്റി 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 എടുക്കണം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാകും. ഇതുപോലെ ചുറ്റിയെടുക്കണം. ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുമല്ലോ, എന്താ പറയുക, അതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ചുറ്റി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ മുടികളിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന മുടികളുണ്ടാകും. കുറേ ഇങ്ങനെ പിളർന്ന് നിൽക്കുന്ന മുടികളും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വേറിട്ട് നിൽക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും. ഇങ്ങനെ ആ മുടികൾ നമ്മൾ കത്രിക എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് കളയണം, വെട്ടിക്കളയണം. അപ്പോൾ ഒരുപാട് പിളർന്ന് നിൽക്കുന്ന മുടികളൊക്കെ അങ്ങനെ നമുക്ക് മുറിച്ച് കളയാൻ പറ്റും. ഇങ്ങനെ മേൽഭാഗത്തേക്കൊക്കെ ഇങ്ങനെ പിളർന്ന് വരുന്ന മുടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇങ്ങനെ ചുറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഏതൊക്കെ മുടികളാണ് ഇങ്ങനെ പിളർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന മുടികൾ വെട്ടിക്കളയണം. ഇങ്ങനെ ഇതുപോലെ വെട്ടി അങ്ങ് മാറ്റിക്കളയുക. അതുപോലെ അറ്റവും വെട്ടിക്കൊടുക്കുക. മുടിയുടെ അറ്റം ഇതുപോലെ കണ്ടോ, ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന മുടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് വെട്ടിക്കൊടുക്കുക. കുറച്ച് തെമ്പത്ത് അറ്റത്ത് ഇതുപോലെ ഇങ്ങനെ കത്രിക എടുത്തിട്ട് അങ്ങ് വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പിളർന്ന് നിൽക്കുന്ന മുടി നമുക്ക് അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ മുടിയുടെ അറ്റം കൂടെ വെട്ടണം കേട്ടോ. ഇങ്ങനെ രണ്ട് സൈഡായിട്ട് ഇങ്ങനെ വെട്ടിയാലും കുഴപ്പമില്ല. അതെല്ലാം അറ്റം എല്ലാ മുടിയും ഒന്നിച്ച് വെച്ച് അങ്ങനെ വെട്ടുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിങ്ങനെ രണ്ടാക്കിയിട്ടാണ് വെട്ടി കൊടുക്കാറുള്ളത്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. അതായി ഈ മുടിയൊക്കെ ഇങ്ങനെ പിളർന്ന് നിൽക്കുന്ന മുടികളാണ്. ഞാനിപ്പോൾ കാണിക്കുന്ന മുടികളൊക്കെ ഇങ്ങനെ പിളർന്ന് നിൽക്കുന്ന മുടികളാണ്. അതൊക്കെ ഞാനിങ്ങനെ വെട്ടി മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെട്ടി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുടി അങ്ങനെ പിളർന്ന് പോവാണ്ടിരിക്കാൻ നല്ലൊരു സഹായമാണ്. അതുപോലെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാക്കുകളൊക്കെ യൂസ് ചെയ്ത് പിന്നീട് മുടി ഇങ്ങനെ പിളർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ ഭാഗത്തെ മുടിയും കൂടെ നമുക്കൊന്ന് ചെയ്തു കൊടുക്കാം.
അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ. 2 സൈഡിലെ മുടിയും ഞാനങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.